ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം ഷിംലയിലുള്ള ദൃശ്യങ്ങളെല്ലാം കണ്ട് ഷിംലയിൽ നിന്ന് പത്താൻകോട്ട് വഴി നമ്മൾ ജമ്മുവിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ ഹോട്ടൽ മെറാക്കിയിൽ നിന്ന് റൂം ഒഴിഞ്ഞ് ചെക്കൗട്ട് നടത്തി രാവിലെ തന്നെ 7:30 തന്നെ റൈഡ് ആരംഭിച്ചു. പഞ്ചാബിലെ പത്താൻകോട്ട് വഴി ജമ്മു ആൻഡ് കാശ്മീർ, അതാണ് യാത്രാ പ്ലാൻ. 285 കിലോമീറ്റർ ദൂരമുണ്ട്. ശരിക്കും ഇതല്ലായിരുന്നു യാത്രാ പ്ലാൻ. ഷിംലയിൽ നിന്ന് ജമ്മുവിലെ കട്ടറയിലേക്കാണ് പ്ലാൻ ചെയ്തത്. വേറൊരു റൂട്ടുണ്ടായിരുന്നു. പക്ഷേ ലഡാക്ക് തിരിച്ച് വരുമ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മറുവശവും, അതായത് മണാലി, കുളു, കസോൾ തുടങ്ങി പ്രകൃതിരമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് വരാമെന്ന കാരണത്താൽ നല്ല റോഡ് നോക്കി പത്താൻകോട്ട് വഴിയാക്കിയതായിരുന്നു. ഷിംലയിൽ നിന്ന് പത്താൻകോട്ടിലേക്കുള്ള യാത്ര ശരിക്കും ഒരു ദൃശ്യ വിസ്മയവും സാഹസികവുമായ ഒരു അനുഭവമാണ്. ഹിമാചൽ പ്രദേശിലെ നഗരങ്ങളിലൂടെയുള്ള യാത്ര. ഈ യാത്രയിൽ മലനിരകളും താഴ്വാരങ്ങളും പ്രകൃതി ഭംഗിയും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ മനോഹരവുമാണ്. പത്താൻകോട്ടിലേക്ക് 280 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും അധികം സ്പീഡിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കില്ല. 60 കിലോമീറ്റർ, അതാണ് നമുക്ക് മാക്സിമം. ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് 80 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യാത്ര ചെയ്യുന്നത് ഷിംലയിൽ നിന്ന് കാംഗ്രോ താഴ്വാരം, നൂർപൂർ, പത്താൻകോട്ട് ഈ റൂട്ടിലൂടെയാണ്. ഈ ഭാഗത്തേക്ക് യാത്ര വരുന്നവരെല്ലാം ഒരു കാരണവശാലും മഴക്കാലത്ത്, പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസം ഇവിടെ യാത്ര നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഇവിടെ പല സ്ഥലത്തും മണ്ണിടിച്ചിലും മറ്റും പെട്ടതാണ്. നല്ല സമയം സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. തണുത്ത കാലാവസ്ഥയും മഴക്കാലത്തിന് ശേഷമുള്ള മനോഹരമായ പച്ചപ്പും ആയിട്ടുള്ള ആ ഒരു കാലാവസ്ഥ വളരെയധികം നല്ലതാണ് നമുക്ക്. മഴക്കാലത്ത് ഉരുൾപൊട്ടലും വഴികൾ ക്ലോസ് ചെയ്യുന്നതും മൂലം ഇവിടെ നമുക്ക് സഞ്ചരിക്കാനൊക്കെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇവിടെ ഇത് സാധാരണവുമാണ്. ഷിംല ടു പത്താൻകോട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല റോഡാണ്. പക്ഷേ വലിയ വാഹനങ്ങളെല്ലാം ധാരാളം കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെട്രോൾ പമ്പുകൾ വഴിയരികിൽ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം കാണുന്ന പമ്പിൽ നിന്ന് തന്നെ നമ്മുടെ പെട്രോൾ ടാങ്കെല്ലാം നിറച്ച് പോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ വണ്ടിക്ക് 15 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള വണ്ടിയായ കാരണം ഫുൾ ടാങ്ക് അടിച്ചാൽ ഒരുവിധം ദൂരം എനിക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇവിടം ശൈത്യകാലങ്ങളിലും ചില റോഡുകളിൽ മഞ്ഞൊക്കെ വീണ് മൂടാൻ സാധ്യതയുള്ള റോഡുകൾ കൂടിയാണ് ഈ പ്രദേശത്തുള്ളത്. ഇപ്പോൾ നമ്മുടെ യാത്ര ഹിമാചൽ പ്രദേശിലൂടെയാണ്. ഈ ഹിമാചൽ പ്രദേശിന് പഞ്ചാബിൻ്റെ ബോർഡർ കടക്കുമ്പോൾ നമ്മൾ ഈ യാത്രയിലെ 14ാമത്തെ സംസ്ഥാനത്തേക്കാണ് കടക്കുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ പഞ്ചാബെല്ലാം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഹിമാചലിൽ പ്രധാന നാണ്യവിളകളാണ് ആപ്പിൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3500 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നു എന്നാണ് ഇവിടുത്തെ കണക്ക്. ഫ്രൂട്ട്സ് കൃഷിയുടെ ഭൂരിഭാഗവും ആപ്പിൾ കൃഷിയാണ്. ജമ്മു കാശ്മീറാണ് ഇന്ത്യയിൽ ആപ്പിൾ കൃഷിയിൽ 1ാം സ്ഥാനം. ഇവിടെ ആപ്രിക്കോട്ട്, ചെറി, പീച്ച്, പ്ലം, സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളും ഇവിടെ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാൻഗ താഴ്വരയിലെ തേയില കൃഷിയും വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. ഇവിടെ ഔഷധ നിർമ്മാണ യൂണിറ്റുകളുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹബ്ബായി ഇവിടം അറിയപ്പെടുന്നു. മൊത്തം 700ഓളം ഔഷധ നിർമ്മാണ യൂണിറ്റുകൾ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്നുണ്ട്.
പ്രതിവർഷം 40,000 കോടി രൂപയുടെ നിർമ്മാണ വ്യവസായമാണ് ഈ ഹിമാചൽ പ്രദേശിൽ ഔഷധ നിർമ്മാണങ്ങൾ, അതായത് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ജലവൈദ്യുത പദ്ധതികളും ഇവിടെയുണ്ട്. വൈദ്യുതി മിച്ചമുള്ള സംസ്ഥാനം കൂടിയാണിവിടം. അയൽ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിൽക്കുന്നു. ഈ വരുമാനം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സബ്സിഡിയായി നൽകുന്ന സംസ്ഥാനം കൂടിയാണിത്. അതുപോലെ തന്നെ ഷിംല, മണാലി, ചമ്പ, കുളു, കസോലി തുടങ്ങിയ നിരവധി വിദേശ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശങ്ങളും ഇവിടെ ധാരാളമുണ്ട്. വളരെയധികം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ കുറേയധികം ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇവിടെ ഉള്ളതിനാൽ ദൈവങ്ങളുടെ വാസസ്ഥലം ദേവ്ഭൂമി എന്നും ഇവിടെ അറിയപ്പെടുന്നു. ഷിംലയിലെ ഐസ് സ്കേറ്റിംഗ്, അതുപോലെ തന്നെ സോളാങ് താഴ്വരയിലെ പാരാഗ്ലൈഡിംഗ്, കുളുവിലെ റാഫ്റ്റിംഗ്, അതേപോലെ അവിടുത്തെ ബോട്ടിംഗ്, മത്സ്യബന്ധനം, ട്രെക്കിംഗ്, കുതിരസവാരി തുടങ്ങിയ സാഹസിക ടൂറിസവും ഇവിടം സഞ്ചാരികളെ ഏറെ ആകർഷിപ്പിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ്. 2015 പാരാഗ്ലൈഡിങ്ങിൻ്റെ ലോകകപ്പ് ഹിമാചൽ പ്രദേശാണ് ആതിഥേയം വഹിച്ചത്. ഹിമാചലിലെ ബിർബിലിംഗ് എന്ന സ്ഥലത്തായിരുന്നു ഇത്. ഇവിടെ തന്നെ 2000-ലധികം ഗ്രാമങ്ങളും 6000-ലധികം ക്ഷേത്രങ്ങളും ഹിമാചൽ പ്രദേശിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അതിമനോഹരമായ ഒരു താഴ്വാരം കൂടിയാണ് സപ്തി താഴ്വര. ലാഹൗളിലെ സപ്തി താഴ്വര 3000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഭൂപ്രദേശം കൂടിയാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധവിഹാരങ്ങളും ഈ പ്രദേശത്തുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ആലോചിച്ച് ഈ യാത്രയിൽ നമ്മളൊരു ഗ്രാമീണ ഏരിയയിൽ കൂടെ ചെറിയ കൊച്ചു കൊച്ചു കടകളും അടുത്തടുത്ത് വീടുകളുമൊക്കെയുള്ള ചെറിയ ഒരു പ്രദേശത്ത് കൂടെ ഉൾവഴി കൂടെ ഞാൻ യാത്ര തിരഞ്ഞെടുത്തതാണ്. ആ വലിയ NH-ൽ നിന്ന് കട്ട് ചെയ്ത് ഇത് മറ്റേ NH-ലേക്ക് കടക്കുമെന്നാണ് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത്. ഇവിടെല്ലാം ചെറിയ കൊച്ചു ഷോപ്പുകളും അതുപോലെ തന്നെ ഈ മതിലിനപ്പുറമൊക്കെ വളരെ ധാരാളം കൃഷിഭൂമികളുമുള്ള ഇത് താഴ്വാരം കഴിഞ്ഞ് താഴ്വാരത്തിൻ്റെ അടിവാരമായി ഈ ഭാഗങ്ങൾ പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ ഓടി വേണം നമുക്ക് പഞ്ചാബിൻ്റെ പത്താൻകോട്ടിലേക്ക് എത്താൻ. നമ്മുടെ നാട് പോലെ തന്നെ ചെറിയ ഷോപ്പുകളും രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി പാൽ കർഷകരുണ്ട്. അതായത് കാലി വളർത്തൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഇവർ. കൃഷികളത്തിനടുത്ത് തന്നെയുള്ള ചെറിയ വീടും അതിൽ നിറയെ കാലി വളർത്തലുമുള്ള ഒരു സംസ്ഥാനം വഴിയിലെല്ലാം ധാരാളമുണ്ട്. ഈ പഞ്ചാബിലെ പത്താൻകോട്ട് വലിയൊരു പട്ടണമാണ്. പഞ്ചാബിലെ തന്നെ ഏറ്റവും ജനസംഖ്യ ഉള്ള നഗരം കൂടിയാണ് ഈ പത്താൻകോട്ട്. നമ്മൾ സിറ്റിയിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലഡാക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ പഞ്ചാബിലുള്ള ഒത്തിരി സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണണം. അമൃത്സർ, സുവർണക്ഷേത്രം, വാഗാ ബോർഡർ, അതുപോലെ തന്നെ ജാലിയൻവാലാ ബാഗ് എന്നിവയെല്ലാം. അതുകൊണ്ട് ഇപ്പോൾ അവിടെ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ഈ യാത്രയിൽ കാര്യമായി ഒന്നും തന്നെ ഇവിടെയൊന്നും കാണാനില്ല. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത് ഈ റോഡിന് ഇരുവശമുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാടങ്ങളിലെല്ലാം തന്നെ അവർ കൊച്ചു വീടുകളെല്ലാം ഉണ്ടാക്കി അതിൽ താമസവും ചുറ്റും കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ അവിടെ കൃഷിഭൂമിയിലേക്ക് നാൽക്കാലികൾ ഇറങ്ങാതിരിക്കാൻ ചില സ്ഥലങ്ങളിലെല്ലാം മതിൽ കെട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ഈ വഴിയരിയിൽ കാണുന്നത് ഒരു പ്രത്യേക സൈസ് മുൾച്ചെടികളാണ്. ഈ ചെടികൾ വളർത്തി ഒരു വേലി അവർ നിർമ്മിച്ചിട്ടുണ്ട്.
ചില ഭാഗത്ത് അതില്ലെങ്കിൽ അവർ ആ മുൾച്ചെടികൾ കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഒരു തടസ്സം. ഈ അഴിച്ചുവിടുന്ന നാൽക്കാലികൾ അവരുടെ കൃഷിഭൂമിയിലിറങ്ങി വിളവ് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലും കൂടിയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം അത് കാണാനുമുണ്ട്. ഇവിടെ പത്താൻകോട്ടിന് ഒരു 145 കിലോമീറ്ററോളം കൂടി യാത്ര ചെയ്താൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായി. നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമുക്ക് ശ്രീനഗറിലേക്കാണ് എൻ്റെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം. ഇതിനിടയിൽ എനിക്ക് വലിയ മഴ ഒന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ വളരെയധികം നേരം കയറി നിൽക്കേണ്ടി വന്നു. 1.5 മണിക്കൂറോളം കയറി നിൽക്കേണ്ടി വന്നു ഞാൻ. കാരണം വലിയ ഇടിവെട്ടും അതുപോലെ തന്നെ ശക്തമായ മഴയും. വരുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു സ്ഥലത്ത് ഒരു വലിയ ആലിന് ചുറ്റും നമ്മുടെ നാട്ടിലുള്ള പോലെ ഈ വെയിറ്റിംഗ് ഷെഡിന് ഇരുമ്പിൻ്റെ ഷീറ്റിട്ട പോലെ ഷീറ്റൊക്കെ ഇട്ട് വെച്ച് ഇരിക്കാനൊക്കെ ഉള്ളൊരു സംഭവവും ഒരു നാട്ടുകൂട്ടം നടത്താവുന്ന ഒരു സ്ഥല സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എന്നെ പോലെയുള്ള ബൈക്ക് യാത്രക്കാർ വഴിയാത്രക്കാരെല്ലാം തന്നെ അവിടെ കയറി നിന്നു. 1.5 മണിക്കൂർ സമയം പോയി. അതുകൊണ്ട് ഇന്നത്തെ യാത്ര വളരെ ഇരുട്ടുമൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു. മഴ കുറഞ്ഞപ്പോഴാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കിന്ന് പത്താൻകോട്ട് എത്താൻ സാധിക്കുമോയെന്നറിയില്ല. അതിനിടയിൽ പഗ്വാര എന്ന് പറയുന്ന ഒരു ടൗൺ വരുന്നുണ്ട്. അവിടെ ഇന്ന് റെസ്റ്റ് എടുത്താലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു വിചാരത്തിലാണ് യാത്ര തുടരുന്നത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുൾച്ചെടികളുടെ ഈ മരങ്ങൾ. ഇതെല്ലാം ഇവർ വെട്ടി കൃഷിക്കളങ്ങളിലേക്ക് നാൽക്കാലികൾ ഇറങ്ങാതിരിക്കാനുള്ള ബന്ദോസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇവിടുത്തെ ഗ്രാമീണ പച്ചപ്പും കൃഷിയിടങ്ങളും മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ സ്പന്ദനം എന്ന് പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാലാണ് ഇന്ത്യ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മനുഷ്യരുടെ അധ്വാനം, ഈ കർഷകരുടെ അധ്വാനമാണ് ഇന്ത്യയിലൂടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം എത്തുന്ന ഈ പച്ചക്കറിയായാലും അതുപോലെ തന്നെ അരി, ചോളം, ഗോതമ്പ്, കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, മറ്റനേകം സാധനങ്ങളെല്ലാം ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലേക്കാണ് നമ്മളെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ട് സൈഡിൽ. പഞ്ചാബിൽ വിദ്യാഭ്യാസ നിലവാരം കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഇത്. പഞ്ചാബിൻ്റെയും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൻ്റെയും ബോർഡർ പ്രദേശത്തിലൂടെയാണ് നമ്മൾ ഒരു ഉൾറോഡ് തിരഞ്ഞെടുത്ത് അതിലൂടെയാണ് എൻ്റെ യാത്ര. NHലൂടെ മാത്രം യാത്ര ചെയ്താൽ നമുക്ക് 6 വേ ലൈനിൽ കൂടെ പോയാൽ ധാരാളം ഒന്നും കാണാൻ കിട്ടില്ല. ഇവിടെ വ്യത്യസ്തങ്ങളായ ആൾക്കാർ, വ്യത്യസ്തങ്ങളായ വസ്ത്ര സംവിധാനങ്ങൾ, അവരുടെ ആചാരങ്ങൾ എല്ലാം കണ്ട്, അവരുടെ വീടുകൾ കണ്ട്, വീടുകളെല്ലാം തന്നെ ഫ്രണ്ടിൽ ഗേറ്റും ആ ചുമരിനോടൊപ്പം തന്നെ ഗേറ്റൊക്കെ വെച്ച് പുറത്തു നിന്നും എല്ലാ ആക്രമണവും വന്നാൽ തടയുന്ന വിധത്തിലുള്ള ഒരു കണ്ടീഷനിലാണ് എല്ലാ വീടുകളും ഇതിൻ്റെ നിർമ്മാണ രീതികൾ. ഇവിടെയെല്ലാം വീട് ചെത്തിത്തേക്കുന്ന കണ്ടിരുന്നു. കുറേ അപ്പുറത്തൊന്നും വീടുകളെല്ലാം ചൂളഷ്ടിയും കൊണ്ട് പണിതത് മാത്രം, വേറെ ഒന്നുമില്ല. തേപ്പ് കുറവുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ റോഡ് സിമെൻറ്റിൻ്റെ ചെറിയ ചെറിയ കോൺക്രീറ്റ് പീസുകൾ അടക്കി വെച്ചതുപോലെയുള്ള റോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത് തന്നെയാണ് മറ്റേ NHലേക്ക് കയറേണ്ടത്. നമ്മൾ കുറേ ദൂരമായി ഈ റൂട്ടിലൂടെയുള്ള യാത്ര. ഈ 2 സൈഡിലും നൊക്കത്താ ദൂരത്ത് പാടശേഖരങ്ങളാണ്. ഉഴുതുമറിച്ചിട്ട് ഞാറൊക്കെ ഇട്ടിട്ടുള്ള പാടശേഖരങ്ങളാണ് നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഉഴുതുമറിച്ച് അതിൽ ഞാറ് നടുന്ന കുറച്ച് കർഷകരാണ്. അപ്പോൾ ഞാനൊന്ന് വണ്ടി നിർത്തി അതൊന്ന് എടുത്തതാണ്. വീണ്ടും നമുക്ക് യാത്ര തുടരാം. ഇതുപോലെയുള്ള ഒത്തിരി കൃഷി സ്ഥലങ്ങളെല്ലാം കണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്തെ കൂടെയുള്ള യാത്ര തിരഞ്ഞെടുത്തത്. വീണ്ടും
നമുക്ക് യാത്ര തുടരാം. ഇന്ന് പഗ്വാരയിൽ നിൽക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. പത്താംകോട്ടിലേക്ക് എത്താൻ സാധിക്കുമോ എന്നറിയില്ല. എൻ്റെ യാത്ര പത്താംകോട്ടിലൂടെ ജലന്ധറിൻ്റെ 15 കിലോമീറ്റർ ഔട്ടറിലൂടെ ചണ്ഡീഗഡിൻ്റെ 55 കിലോമീറ്റർ അടുത്തുകൂടെ നേരെ ശ്രീനഗർ ലക്ഷ്യമാക്കിയാണ് യാത്ര. പത്താംകോട്ട് സിറ്റിയിലേക്ക് കയറുന്നില്ല. ലഡാക്ക് കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയെല്ലാം ഒന്ന് കറങ്ങണം. പത്താംകോട്ടിലേക്ക് കൂടെ ജലന്ധറിലൂടെ ചണ്ഡീഗഡിലൂടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ NHലേക്ക് വീണ്ടും നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ NHൻ്റെ 6 വേ ലൈനിൻ്റെ 2 സൈഡുകളിലും ഇതുപോലെ തന്നെ ഒത്തിരി കൃഷിക്കാരൊക്കെ ഉണ്ട്. എനിക്ക് വഴിയിൽ ഒരു ബാംഗ്ലൂർ യാത്രികനെ കണ്ടു കിട്ടിയതാണ്. ആൾ ലഡാക്ക് കണ്ട് തിരിച്ച് വരികയാണ്. പേര് അവിനാഷ്. കുറച്ചു നേരം അവിടെ നിന്ന് ആളായി വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് വീണ്ടും യാത്ര അവിടെ നിന്ന് തുടരുകയാണ്. ബാംഗ്ലൂരുകാരൻ അവിനാഷിനോട് ഗുഡ് ബൈ പറഞ്ഞ് വീണ്ടും യാത്ര ആരംഭിക്കാനുള്ള പരിപാടിയിലാണ്. പത്താംകോട്ടേക്കുള്ള യാത്രയിലാണ്. പത്താംകോട്ട്